Hello students, നമ്മൾ ഇന്ന് ബയോടെക്നോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്. പിന്നെ ഒരു ചാപ്റ്റർ ഉണ്ട് അതിൽ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ 12th ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് നിങ്ങൾക്ക് ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൊതുവേ കിട്ടുന്ന ഒരു ആൻസർ ആണ് ഒന്ന് ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ, അടുത്തത് ബയോടെക്നോളജി. അപ്പോൾ ഓരോ ചാപ്റ്ററിനും അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടി ലെവലുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് ഒരേ ലെവലിൽ ഈസി ലെവലിൽ പഠിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. ചില ചാപ്റ്റേഴ്സ് വളരെ ബുദ്ധിമുട്ടാണ് പഠിച്ചെടുക്കാനായിട്ട്. അപ്പോൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തന്നെ വേണം പഠിച്ചെടുക്കാൻ, അല്ലേ? അപ്പോൾ ഈ ബയോടെക്നോളജി ആയാലും ജെനറ്റിക്സ് ആയാലും ഡിഫിക്കൽട്ടാണ് പഠിച്ചെടുക്കാനായിട്ട്. അത്ര ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളണമെന്നൊന്നുമില്ല. സോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിക്കുക. വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഇതൊക്കെ പഠിച്ചെടുക്കാനായിട്ട് പറ്റും, വേണ്ടെന്ന് വിചാരിച്ചാൽ ഇല്ല. അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ വേണമെന്ന് വിചാരിച്ച് പഠിക്കുക, കഷ്ടപ്പെട്ട് പഠിക്കുക. പിന്നെ പഠിക്കുന്ന കൂട്ടത്തിൽ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകതയാണല്ലേ, നമ്മൾ എത്ര എളുപ്പത്തിൽ പഠിച്ചെടുത്ത കാര്യമാണെങ്കിലും കുറേ കഴിയുമ്പം ഒരു ബാക്കപ്പ് കൊടുക്കുന്നില്ലെങ്കിൽ ബ്രെയിൻ അത് മറന്നു കളയും, അല്ലേ? സോ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണെങ്കിലും പഠിക്കാത്ത കുട്ടിയാണെങ്കിലും ഈവൻ ടീച്ചേഴ്സ് ആണെങ്കിലും ആരായാലും എത്ര വലിയ ആൾക്കാരാണെങ്കിലും പഠിച്ച കാര്യങ്ങൾ എപ്പോഴും റിഫ്രഷ് ചെയ്തുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ മറന്നുപോകും. ഓക്കെ, എക്സ്പെഷ്യലി നമുക്ക് പഠിക്കാൻ കുറേ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ് ഡെഫിനിഷൻ? ബയോ എന്ന് പറഞ്ഞാൽ ലിവിങ് ആണ്, അല്ലേ? നമ്മൾ ലിവിങ് ഓർഗാനിസംസിനെ വെച്ച് പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ നീറ്റിനൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ഈ ചാപ്റ്റേഴ്സ് ആവശ്യം ഉണ്ടാവും, അല്ലേ? ബയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവിങ്, നമ്മൾ ലിവിങ് ഓർഗാനിസംസിനെ വെച്ചിട്ട് ഹ്യൂമൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നു. ഇതാണ് നമ്മൾ ബയോടെക്നോളജി ചെയ്യുക. ഞാനിപ്പോൾ എന്താ പറഞ്ഞത്? ലിവിങ് ഓർഗാനിസംസിനെ വെച്ച് ഹ്യൂമൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. അതായത് കൊമേഴ്സ്യൽ പേർപ്പസിന് വേണ്ടി നമ്മൾ ലൈവ് ഓർഗാനിസംസിനെ യൂസ് ചെയ്യുന്നു. ലിവിങ് ഓർഗാനിസംസിനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും എൻസൈംസ് അല്ലെങ്കിൽ പ്രോട്ടീൻസ് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഫോർ എക്സാമ്പിൾ നമുക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്. എന്തെങ്കിലും മെഡിസിൻ ഉണ്ടാക്കണം, എന്തെങ്കിലും പ്രോട്ടീൻസ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ജനറ്റിക് ഡിസീസ് കറക്റ്റ് ചെയ്യണം, എന്തെങ്കിലും വാക്സിൻസ് ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിനൊക്കെ നമുക്ക് ലിവിങ് ഓർഗാനിസംസിനെ വെച്ചിട്ട് ഈ ബയോടെക്നോളജിക്കൽ പ്രാക്ടീസസിലൂടെ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഓൾറൈറ്റ്, ദാറ്റ് ഈസ് ബയോടെക്നോളജി. അപ്പോൾ ബയോടെക്നോളജിയുടെ ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം, ഇറ്റ് ഡീൽസ് വിത്ത് ടെക്നിക്സ് ഓഫ് യൂസിങ് ലൈവ് ഓർഗാനിസംസ് ഓർ എൻസൈംസ് ഫ്രം ഓർഗാനിസംസ് എന്നുള്ള എൻസൈംസ് അല്ലെങ്കിൽ പ്രോട്ടീൻസ്, അല്ലേ, ടു പ്രൊഡ്യൂസ് പ്രോഡക്ട്സ് ആൻഡ് പ്രോസസ് യൂസ്ഫുൾ ടു ഹ്യൂമൻസ്. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു മറ്റേ ഓർഗാനിസംസിനെ വെച്ചിട്ട്, അല്ലേ? നമ്മളെ വെച്ചിട്ടും ചെയ്യാൻ പറ്റില്ലേ? പറ്റും. ഏത് ഓർഗാനിസത്തിനെ വെച്ചിട്ടും നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ പിന്നെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. 2 പോയിന്റ്സ് പറയുന്നുണ്ട്. ഒന്ന്, ട്രഡീഷണൽ ബയോടെക്നോളജി. പിന്നത് മോഡേൺ ബയോടെക്നോളജി. എന്താണ് ട്രഡീഷണൽ ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ, നമുക്ക് ബയോടെക്നോളജിയെ കുറിച്ച് ഒന്നും അറിയാതിരുന്ന കാലത്ത് പോലും നമ്മൾ ബയോടെക്നോളജി പ്രാക്ടീസസ് ചെയ്തിരുന്നു ഇൻ അവർ കിച്ചൺ, അല്ലേ? ഫോർ എക്സാമ്പിൾ നമ്മൾ കിച്ചണിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വ്യാവസായികമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബയോടെക്നോളജി പ്രാക്ടീസസ് ഒക്കെ ചെയ്തിരുന്നു. ഇപ്പം നമ്മൾ കേർഡ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വൈനോ ബ്രെഡ് ഒക്കെ ഉണ്ടാക്കുന്നത് ഫെർമെന്റേഷൻ പ്രോസസ്സാണ്, നിങ്ങൾക്കറിയാം, അല്ലേ? മൈക്രോ ഓർഗാനിസംസിനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. സോ ഇതൊക്കെ ട്രഡീഷണൽ ബയോടെക്നോളജിയുടെ പാർട്ടാണ്, ബയോടെക്നോളജി പ്രാക്ടീസസ് ആണ്, അതിന് എക്സാമ്പിൾസ് ആണ്. ഇനി മോഡേൺ ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താ? ബയോടെക്നോളജിയെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിച്ചതിന് ശേഷം പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് മോഡേൺ ബയോടെക്നോളജിയിൽ വരിക? ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ലീഡിങ് ടു എ ടെസ്റ്റ് ട്യൂബ് ബേബി, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അല്ലേ? കുറേ. ആൻഡ് സിന്തസൈസിങ് എ ജീൻ, ഒരു ജീനെ നമ്മൾ സിന്തസൈസ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ യൂസ് ചെയ്യുന്നു. നമുക്ക് ആവശ്യമുള്ള ഒരു ജീനെ നമ്മൾ സിന്തസൈസ് ചെയ്തെടുക്കുന്നു യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? ആൻഡ് ഡെവലപ്പിംഗ് എ DNA വാക്സിൻ ഓർ കറക്റ്റിംഗ് എ ഡിഫക്റ്റീവ് ജീൻ, ഒരു ജനറ്റിക് ഡിസീസ് നമുക്ക് കറക്റ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട്. ദീസ് ആർ ഓൾ പാർട്ട് ഓഫ് ബയോടെക്നോളജി. അതായത് മോഡേൺ ബയോടെക്നോളജിയുടെ കാര്യങ്ങളാണ് ഇനിയിപ്പോൾ പറഞ്ഞത്. ഓൾറൈറ്റ്, ഈ 2 കാര്യങ്ങളാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്, ട്രഡീഷണൽ ബയോടെക്നോളജി, മോഡേൺ ബയോടെക്നോളജി. ഇനി ബയോടെക്നോളജിക്ക് ഒരു നല്ല ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ദ യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി, EFB,
The European Federation of Biotechnology, EFB, ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് ബയോടെക്നോളജിക്ക്. എന്താണത്? അത് ഈ ട്രഡീഷണൽ ബയോടെക്നോളജി മോഡേൺ ബയോടെക്നോളജിയോടൊക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ഡെഫിനിഷനാണ് കൊടുത്തേക്കുന്നത്. ദ integration of natural science and organisms, cells, parts thereof, and molecular analogues for products and services. ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി ബയോടെക്നോളജിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ആ ഒരു ഡെഫിനിഷൻ കൂടെ നോക്കുക. among many the two core techniques that enabled the birth of modern biotechnology are. മോഡേൺ ബയോടെക്നോളജിയുടെ ബർത്തിന് കാരണമായ രണ്ട് കോർ ടെക്നിക്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. രണ്ട് കോർ ടെക്നിക്സ് that enabled the birth of modern biotechnology. ഒന്നാമത്തേത് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഗ്രീൻ കളറിൽ കൊടുക്കാം, ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഇനി ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുക കേട്ടോ. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്താണ്? ജനറ്റിക് എഞ്ചിനീയറിംഗ് നോക്കാം. ഇറ്റ് ഈസ് എ ടെക്നിക് ടു ഓൾട്ടർ ദ കെമിസ്ട്രി ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ജനറ്റിക് മെറ്റീരിയലിന്റെ കെമിസ്ട്രിയിൽ നമ്മളൊരു ഓൾട്ടറേഷൻ വരുന്നു. ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അത് DNA ആകാം, RNA ആകാം. എന്നിട്ട് നമ്മൾ ഈ ജനറ്റിക് മെറ്റീരിയലിനെ DNA-നോ ഒരു RNA-നോ ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ടു ഇൻട്രൊഡ്യൂസ് ദീസ് ഇൻ ടു ഹോസ്റ്റ് ഓർഗാനിസംസ് ആൻഡ് ദസ് ചേഞ്ച് ദ ഫിനോടൈപ്പ് ഓഫ് ദ ഹോസ്റ്റ് ഓർഗാനിസം. അപ്പം നമ്മൾ ചേഞ്ച് വരുത്തിയ DNA-നെ, ജനറ്റിക് മെറ്റീരിയലിനെ ഒരു ഹോസ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഹോസ്റ്റിന്റെ ഫിനോട്ടിപ്പിക് എക്സ്പ്രഷനിലും ഫിനോടൈപ്പിലും ചേഞ്ച് വരും അല്ലേ? അങ്ങനെയല്ലേ? ദാറ്റ് ഈസ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ഒക്കെ വന്നാൽ കൊള്ളാം, അല്ലെങ്കിലും കൊള്ളാം. The maintenance of sterile or microbial contamination free ambience in chemical engineering process. ഈ കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്രോസസ്സിൽ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ടെക്നിക്കിൽ നമുക്കൊരു സ്റ്റെറൈൽ ആംബിയൻസ് വേണം. സ്റ്റെറൈൽ ആംബിയൻസ് എന്ന് പറയുമ്പോൾ കണ്ടാമിനേഷൻ ഫ്രീ എൻവയോൺമെന്റ്, മറ്റു ഓർഗാനിസംസ് ഇതിനകത്ത് വന്ന് കയറിക്കൂടാൻ പാടില്ല. ഇപ്പം നമ്മൾ ബയോടെക്നോളജിക്കൽ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ, മൈക്രോ ഓർഗാനിസംസിനെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട മൈക്രോ ഓർഗാനിസംസ് ഉണ്ടല്ലേ, അതിനെ മാത്രം നമുക്ക് കൾച്ചർ ചെയ്തെടുത്താൽ മതി. മറ്റു മൈക്രോ ഓർഗാനിസംസ് അതിലേക്ക് വന്ന് ചാടി വീഴാനായിട്ട് പാടില്ല. അതിനാണ് നമ്മൾ കണ്ടാമിനേഷൻ ഫ്രീ സ്റ്റെറൈൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. സ്റ്റെറൈൽ ആംബിയൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എനേബിൾ ദ ഗ്രോത്ത് ഓഫ് ഓൺലി ദ ഡിസൈർഡ് മൈക്രോ ഓർഗാനിസംസ്. നമുക്ക് വേണ്ട മൈക്രോ ഓർഗാനിസംസിനെ മാത്രം ഗ്രോ ചെയ്ത് കിട്ടിയാൽ മതി അല്ലേ? ടു എനേബിൾ ദ ഗ്രോത്ത് ഓഫ് ഓൺലി ദ ഡിസൈർഡ് മൈക്രോബ് ഓർ യൂകാരിയോട്ടിക് സെൽ. എന്ത് സെല്ല് വേണമല്ലോ ആയിക്കോട്ടെ, നമ്മൾ അതിനെ കൾച്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ മാത്രം മതി, വേറെ ആരെയും വേണ്ട. നമ്മളൊരു ഗ്ലാസ് വെള്ളം തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തോ ഒരു മൈക്രോ ഓർഗാനിസംസ് വന്ന് ചാടിയിട്ടുണ്ടാവും അല്ലെ, കണ്ടാമിനേഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ എത്രമാത്രം കെയർഫുൾ ആയിരിക്കണം എന്ന് വിചാരിക്കുക. In large quantities for the manufacture of biological products like antibiotics, vaccines, enzymes, etc. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോട്ടീൻസ് ആയിരിക്കാം ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്, വാക്സിൻസ് ആകാം, അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സ് ആകാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മൈക്രോ ഓർഗാനിസംസ് വേണം. അതായത് ഡിസൈഡ് മൈക്രോ ഓർഗാനിസംസ് അല്ലെ, ഡിസൈഡ് സെൽ ഉണ്ട് നമുക്ക്. ആ സെല്ല് മാത്രം ഗ്രോ ചെയ്ത് കിട്ടിയാൽ മതി ടു പ്രൊഡ്യൂസ് ദ products in larger quantities. Now let us understand the conceptual development of the principles of genetic engineering. You probably appreciate the advantages of sexual reproduction over asexual reproduction. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. മെയിൻ ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് what is the main advantage of sexual reproduction over asexual reproduction. Sexual reproductionൽ വേരിയേഷൻസ് ഉണ്ടാവുന്നു, സെക്ഷൽ റീപ്രൊഡക്ഷനിൽ വേരിയേഷൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. ആ പോയിന്റാണ് നമുക്കിവിടെ വേണ്ടത് കേട്ടോ. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ടല്ലേ, പക്ഷെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ വേരിയേഷൻസ് ഉണ്ടാവുന്നില്ല. ഓക്കെ, ദ ഫോമർ പ്രൊവൈഡ്സ് എവിടെ നമുക്ക് യെല്ലോ മതി. The former provides, that is sexual reproduction provides opportunities for variations and the formulation of unique combinations of genetic setup, some of which may be beneficial to the organism as well as the population. അപ്പോൾ വേരിയേഷൻസ് എന്ന് പറയുന്ന ആ ഓർഗാനിസത്തിന്റെ ബെനിഫിറ്റ് ആണ് അല്ലെങ്കിൽ ആ പോപ്പുലേഷന് ബെനിഫിറ്റ് ആണ് അല്ലേ. നമ്മൾ ഓൾറെഡി ഇതെല്ലാം പഠിച്ചാണ്. വേരിയേഷൻസ് ലീഡ്സ് ടു ഇവല്യൂഷൻ. എസെക്ഷൽ റീപ്രൊഡക്ഷൻ പ്രിസർവ്സ് ദ ജനറ്റിക് ഇൻഫർമേഷൻ. എസെക്ഷൽ റീപ്രൊഡക്ഷന്റെ കേസിൽ വേരിയേഷൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. സോ ഇറ്റ് പ്രിസർവ്സ് ദ ജനറ്റിക് ഇൻഫർമേഷൻ while sexual reproduction permits variation. Okay, അത് പിന്നെ പറഞ്ഞേക്കുക. ഇനി the traditional hybridization process, ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കിക്കോളൂ. The traditional hybridization procedures used in plant and animal breeding very often lead to inclusion and multiplication of undesirable genes along with the desired genes. വല്ലത് മനസ്സിലായോ? ഇല്ല, ഒന്നുകൂടെ വായിച്ചു നോക്കിയോ. ഇപ്പൊ നല്ല ഈൽഡ് ഉള്ള, നല്ല ഡിസീസ് റെസിസ്റ്റൻസ് ഉള്ള വെറൈറ്റീസ്, ആനിമൽസിന്റെ കേസിലാണെങ്കിലും പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിലും
അങ്ങനെയുള്ള വെറൈറ്റീസിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈബ്രിഡൈസേഷൻ നടത്തിയിരുന്നു അല്ലേ, പരമ്പരാഗതമായിട്ട് നടത്തിയിരുന്നു, പണ്ട് മുതലേ നടത്തിയിരുന്നു. ജനറ്റിക്സിന്റെ ഇൻട്രൊഡക്ഷൻ ഇത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ട ഡിസൈറബിൾ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡിസൈറബിൾ ജീനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് വേണ്ടാത്തതും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. Traditional hybridization procedures used in plant and animal breeding very often lead to the inclusion and multiplication of undesirable genes. നമുക്ക് വേണ്ടാത്ത ജീൻസും ഇൻക്ലൂഡഡ് ആയിരുന്നു ഹൈബ്രിഡൈസേഷൻ പ്രൊസീജിയറിൽ, അതും മൾട്ടിപ്ലൈ ചെയ്തിരുന്നു along with the desired genes. വേണ്ട ജീൻസിന്റെ കൂടെ വേണ്ടാത്ത ജീൻസും ഇൻക്ലൂഡഡ് ആയിരുന്നു. The techniques of genetic engineering, which includes the creation of recombinant DNA. ജനറ്റിക് എഞ്ചിനീയറിങ്ങിനകത്ത് എന്തൊക്കെ കാര്യമാണ് വരുന്നതെന്നാണ് ഈ പറയുന്നത് കേട്ടോ, ഈ ഒരു സെന്റൻസിൽ പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിനി പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുക്കത്തില്ല. റീകോമിനന്റ് DNA എന്നാ ഞാൻ പറയുന്നുണ്ട്. ജീൻ ക്ലോണിംഗ്, യൂസ് ഓഫ് ജീൻ ക്ലോണിംഗ്, ജീൻ ട്രാൻസ്ഫർ നമുക്ക് പറയുന്നുണ്ട് കേട്ടോ. Overcome this limitation and allows us to isolate and introduce only one or a set of desirable genes without introducing undesirable genes into the target organism. എന്താ ഇവിടെ പറയുന്നത്? നമ്മുടെ ജനറ്റിക് എഞ്ചിനീയറിംഗ് പ്രോസസ്സിൽ നമുക്ക് വേണ്ട ജീൻസിനെ മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ, അതിനെ മാത്രം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളൂ, വേണ്ടാത്ത ജീൻസിനൊന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അത്രയേ ഉള്ളൂ. ഡിസൈറബിൾ only one or a set of desirable genes, ഡിസൈറബിൾ ആയിട്ടുള്ള ജീൻസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. Do you know the likely fate of a piece of DNA which is somehow transferred into an alien organism? നമ്മളൊരു ജീനെ എടുത്തു, ഒരു ഓർഗാനിസത്തിൽ നിന്ന് എടുത്തു, എന്നിട്ട് അതിനെ മറ്റൊരു ഓർഗാനിസത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ആ ഓർഗാനിസത്തിന്റെ ഫിനോടൈപ്പിൽ ചേഞ്ച് വരുമെന്ന് പറഞ്ഞല്ലേ, ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ, ഒരു ജീനിൽ ഓൾട്രേഷൻ വരുത്തിയിട്ട് അതിനെ ഒരു ടാർഗറ്റ് ഓർഗാനിസത്തിൽ, ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫിനോടൈപ്പിൽ ചേഞ്ച് വരുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചേഞ്ച് വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? Most likely, this piece of DNA would not be able to multiply itself in the progeny cells of the organism. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന DNA-ക്ക് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിന് ഹോസ്റ്റ് ഓർഗാനിസത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഒന്നുമില്ല, അല്ലേ? But when it gets integrated into the genome of the recipient, അതായത് റെസിപ്പിയന്റ് ജീനോമിലേക്ക് അത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് മേ മൾട്ടിപ്ലൈ ആൻഡ് ബി ഇൻഹെറിറ്റഡ് അലോങ് വിത്ത് ദ ഹോസ്റ്റ് DNA. മനസ്സിലായോ? അതായത് നമ്മൾ ഏത് ജീനെയാണോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ജീന് ആ ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ ജീനോമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ, കൂടിച്ചേർന്നാൽ ആ ഹോസ്റ്റ് DNA-യുടെ കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത DNA-യും മൾട്ടിപ്ലൈ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് കേട്ടോ. ദിസ് ഇസ് ബിക്കോസ് ദ ഏലിയൻ പീസ് ഓഫ് DNA ഹാസ് ബിക്കം എ പാർട്ട് ഓഫ് ക്രോമോസോം വിച്ച് ഹാസ് ദ എബിലിറ്റി ടു റെപ്ലിക്കേറ്റ്. അതായത് നമ്മളിപ്പോൾ ഇനി ജനറ്റിക് എഞ്ചിനീയറിംഗ് പ്രോസസ്സ് പഠിക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മൾ കാണും നമ്മൾ എടുക്കുന്ന ജീൻ, ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ജീന് നമ്മൾ ആദ്യമേ തന്നെ ഒരു ക്രോമോസോമിൻ്റെ അല്ലെങ്കിൽ DNA-യുടെ ഒരു പെർട്ടിക്കുലർ പോർഷനിലോട്ടാണ് ആദ്യം അറ്റാച്ച് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മളിനി പറയുന്നുണ്ട്. ആ പോർഷൻ എന്ന് പറയുന്നത് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആണ് കേട്ടോ. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ നമ്മുടെ ഏലിയൻ DNA എന്ന് പറയുന്നത് ഫോറിൻ DNA ആണ് കേട്ടോ. നമ്മൾ എടുക്കുന്ന DNA, ആ DNA-ക്ക് ഹോസ്റ്റ് ഓർഗാനിസത്തിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഈ DNA ഒരു ക്രോമോസോമിൻ്റെ അല്ലെങ്കിൽ DNA-യുടെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനുമായിട്ട് അറ്റാച്ച് ചെയ്യണം, അതിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം, വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഇനീഷ്യേറ്റിംഗ് ദ റെപ്ലിക്കേഷൻ. നിങ്ങൾ DNA റെപ്ലിക്കേഷൻ ഒക്കെ പഠിച്ചല്ലേ? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷന്റെ പ്രത്യേകത എന്താണ്? റെപ്ലിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്ന റീജിയൻ ആണ് അല്ലേ? Therefore, for the multiplication of any alien piece of DNA in an organism, it needs to be a part of the chromosome. Underline this. ഒരു DNA, ഒരു foreign DNA, for the multiplication of any alien piece of DNA in an organism, it needs to be a part of a chromosome which has a specific sequence known as origin of replication. Okay. Thus, an alien DNA is linked with the origin of replication so that this alien piece of DNA can replicate and multiply itself in the host organism. Origin of replication ആയിട്ട് ലിങ്ക്ഡ് ആയി കഴിഞ്ഞാൽ ഹോസ്റ്റ് ഓർഗാനിസത്തിൽ നമ്മുടെ ഫോറിൻ DNA-ക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ദിസ് ക്യാൻ ഓൾസോ ബി കോൾഡ് ആസ് ക്ലോണിങ്. ഇതിനെ നമ്മൾ ജീൻ ക്ലോണിങ് എന്നാ പറയുക. നമുക്ക് വേണ്ട ജീൻ അല്ലേ, ഡിസൈറബിൾ ജീൻ അല്ലെങ്കിൽ ഫോറിൻ DNA, ഏലിയൻ DNA, അതിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കുന്ന പ്രോസസ്, ദാറ്റ് ഈസ് ക്ലോണിങ് കേട്ടോ.
Okay. Now let us focus on the first instance of the construction of an artificial recombinant DNA molecule. എന്താണെന്നല്ലോ മനസ്സിലായോ? ആർട്ടിഫിഷ്യൽ റീകോമ്പിനന്റ് ഡി എൻ എ. റീകോമ്പിനന്റ് ഡി എൻ എ എന്നാ ഞാൻ പറഞ്ഞുതരാം. റീകോമ്പിനന്റ് ഡി എൻ എ എന്നാ നിങ്ങൾക്ക് അറിയാം, ന്യൂ കോമ്പിനേഷനുള്ള ഡി എൻ എ അല്ലേ? അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറയാം. ഇപ്പൊ എൻ്റെ കയ്യിൽ ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഐ ഹാവ് എ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ജീനെ വെച്ചിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഒരു ആന്റിബയോട്ടിക് ആകാം, അല്ലെങ്കിൽ ഒരു എൻസൈം ആകാം. ഇപ്പൊ നിങ്ങൾ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസിൽ ഇൻസുലിൻ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ജീൻ വെച്ചിട്ട് ഒരു പ്രോഡക്റ്റ് എനിക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. സോ ഐ ഹാവ് എ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. ഞാൻ സെലക്ട് ചെയ്ത ആ ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക് ഉള്ള ജീൻ. മനസ്സിലായോ? ഓക്കെ, ഇനി ഈ ജീനിനെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഒരു ഹോസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാവോ? ഇതൊരു ഹോസ്റ്റ് സെല്ലാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജീനെ ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്? ബിക്കോസ് ഐ ഹാവ് ടു മേക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ദിസ് ജീൻ ടു എക്സ്ട്രാക്ട് ദ പ്രോഡക്ട്സ് ഇൻ ലാർജർ ക്വാണ്ടിറ്റി. മനസ്സിലായില്ലേ ഇപ്പോൾ? ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ജീനെ ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. പക്ഷെ ചുമ്മാതെ എനിക്ക് ജീനെ എടുത്തിട്ട് ഇങ്ങനെ പൊക്കോ, ഈ സെല്ലിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞ് കുത്തി കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് എനിക്കൊരു കാരിയർ വേണം. കാരിയർ അല്ലെങ്കിൽ വെക്ടർ. മോസ്കിറ്റോ ആക്ട് ആസ് എ വെക്ടർ അല്ലേ? എന്തോ ഒരു സംഗതി ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ആള്, അതാണ് വെക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ എനിക്ക് ഈ ജീനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം. ആ ആളാണ് വെക്ടർ. ഇവിടെ ജനറ്റിക് എഞ്ചിനീയറിംഗ് പ്രോസസ്സിൽ വെക്ടർ എന്ന് പറയുന്നത് പ്ലാസ്മിഡ് ആണ്. പ്ലാസ്മിഡ്സ്. കൂടുതൽ പറഞ്ഞു തരണോ പ്ലാസ്മിഡിനെ കുറിച്ച്? നിങ്ങൾ കുറെ പഠിച്ചു അല്ലേ? പ്ലാസ്മിഡ് എന്താണ്? പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ക്രോമോസോമൽ ഡി എൻ എ ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയയില് അതിന്റെ നോർമൽ ജനറ്റിക് മെറ്റീരിയലിനെ കൂടാതെ അതിന് പുറത്ത്, ആ നോർമൽ ക്രോമോസോമിന്റെ പുറത്ത് ഒരു എക്സ്ട്രാ ക്രോമോസോമൽ ഡി എൻ എ ഉണ്ടല്ലേ? എക്സ്ട്രാ ഡി എൻ എ, സിംഗിൾ സർക്കുലർ ഡി എൻ എ. ഇതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പ്ലാസ്മിഡ് എന്ന് വിളിക്കുക. ബാക്ടീരിയയുടെ സെല്ലൊക്കെ അരച്ച് കലക്കി പഠിച്ചവരാണ് 11th ക്ലാസ്സിൽ നിങ്ങൾ. ദിസ് ഇസ് പ്ലാസ്മിഡ്, എക്സ്ട്രാ ക്രോമോസോമൽ ഡി എൻ എ. ഓക്കെ, ഇതിനെ എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ജീനെ വേറൊരു ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ സെഡ് ഓൾറെഡി പ്ലാസ്മിഡ് ക്യാൻ ആക്ട് ആസ് എ വെക്ടർ. മനസ്സിലായോ? അപ്പോൾ ഇതാ ഇവിടെ പ്ലാസ്മിഡ്. ഈ പ്ലാസ്മിഡിന്റെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനിൽ ഞാൻ എൻ്റെ ജീനെ കൊണ്ട്, ഇപ്പൊ എൻ്റെ ജീൻ ഇതായിരുന്നു എൻ്റെ ജീന്, ഇതിനെ കൊണ്ട് ഞാൻ ഇവിടെ ഇൻസേർട്ട് ചെയ്തു. അപ്പൊ ഇതെന്താണ്? പ്ലാസ്മിഡിന്റെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ റീജിയനിലേക്ക് ഞാൻ ആരെ കൊണ്ട് ലിങ്ക് ചെയ്തു? എൻ്റെ ഡി എൻ എനെ, ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഞാൻ ലിങ്ക് ചെയ്തു. നൗ ദിസ് ഇസ് നോൺ ആസ് recombinant DNA or rDNA or recombinant DNA. അപ്പോൾ ഫസ്റ്റ് റീകോമ്പിനന്റ് ഡി എൻ എ ഉണ്ടാക്കിയ കഥയാണ് പറയുന്നത്. ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഫസ്റ്റ് recombinant DNA emerged from the possibility of linking a gene encoding antibiotic resistance with a native plasmid of Salmonella typhimurium. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് റീകോമ്പിനന്റ് ഡി എൻ എ ഉണ്ടാക്കിയ കഥ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയത്? ഒരു ജീൻ എൻകോഡിങ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് അല്ലെ? ജീൻ എൻകോഡിങ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്, അതിനെ നമ്മൾ എന്തുമായിട്ട് ലിങ്ക് ചെയ്തു? ഒരു പ്ലാസ്മിഡുമായിട്ട് ലിങ്ക് ചെയ്തു. ആ പ്ലാസ്മിഡ് നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്? ഒരു ബാക്ടീരിയത്തിൽ നിന്നാണ്. ഏത് ബാക്ടീരിയ ആണ്? സാൽമോണല്ല ടൈഫിമ്യൂറിയം. മനസ്സിലായോ? ഓക്കെ, നമ്മൾ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ള ഒരു ജീനെ ഇവിടെ ഞാൻ എഴുതാം. ജീന് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. വേറെ കളർ വേണോ? വേണം. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ള ജീൻ. ആ ജീനിനെ ഞാനൊരു പ്ലാസ്മിഡുമായിട്ട്, ആദ്യം ഉണ്ടാക്കിയ റീകോമ്പിനന്റ് ഡി എൻ എ ഉണ്ടാക്കിയവർ അതിനെ ഒരു പ്ലാസ്മിഡിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ആ പ്ലാസ്മിഡ് എവിടെ നിന്നാണ് എടുത്തത്? പ്ലാസ്മിഡ് എടുത്തത് ഇപ്പം ഈ ബാക്ടീരിയയിൽ നിന്നാണെന്ന് വിചാരിക്കുക. ഈ ബാക്ടീരിയ എന്തായിരുന്നു? സാൽമോണല്ല ടൈഫിമ്യൂറിയം
ടൈഫിമ്യൂറിയം. ഓക്കെ, ഇനി ആരാണിത് ചെയ്തത്? സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ. രണ്ട് സയന്റിസ്റ്റ് ചേർന്നിട്ടാണ്. സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ. Stanley Cohen and Herbert Boyer accomplished this in 1972 by isolating the antibiotic resistance gene by cutting out a piece of DNA from a plasmid. ഇത് വായിക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആകരുത്. ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ ഇവരെടുത്തത് ഒരു പ്ലാസ്മിഡിൽ നിന്നാണ്. അപ്പോൾ ഏത് ബാക്ടീരിയ ആണെന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയയ്ക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ള ജീൻസ് ഉണ്ട്. ആ ജീൻസ് ഉള്ളത് അതിന്റെ പ്ലാസ്മിഡിലായിരുന്നു. പ്ലാസ്മിഡിനകത്തുനിന്നാണ് അവർ ജീനെ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. By isolating the antibiotic resistance gene by cutting out a piece of DNA from a plasmid. ഒരു പ്ലാസ്മിഡിന്റെ ജീൻ സെഗ്മെന്റ് ആണ് അവരെടുത്തത് അല്ലേ? അതിന് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. വിച്ച് വാസ് റെസ്പോൺസിബിൾ ഫോർ കോൺഫറിംഗ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. അപ്പൊ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ള ജീൻ കിട്ടി. എവിടെ നിന്നാണ്? ഒരു ബാക്ടീരിയയുടെ പ്ലാസ്മിഡിൽ നിന്നും. എന്നിട്ട് ഇനി അതിനെ എന്തുമായിട്ട് ലിങ്ക് ചെയ്യണം? മറ്റൊരു പ്ലാസ്മിഡുമായിട്ട് ലിങ്ക് ചെയ്യണം. അവർ മറ്റൊരു പ്ലാസ്മിഡുമായിട്ട് ലിങ്ക് ചെയ്തു. ആ പ്ലാസ്മിഡ് അവരെടുത്തത് സാൽമണല്ല ടൈഫിമ്യൂറിയത്തിൽ നിന്നാണ്. ഇനി ഈ ജീനെ DNA നമുക്ക് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ജീൻ എന്താണ്? ഇസ് എ സെഗ്മെന്റ് ഓഫ് DNA കോഡിംഗ് ഫോർ എ പെർട്ടിക്കുലർ പോളിപെപ്റ്റൈഡ് അല്ലേ? ജെനറ്റിക്സിനകത്ത് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ജീനെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ടൂൾ ഉപയോഗിക്കണം അല്ലേ? എന്ത് ടൂളാണ്? അത് നമ്മൾ മോളിക്കുലർ സിസേഴ്സ് എന്നാണ് വിളിക്കുക. മോളിക്കുലർ സിസേഴ്സ് ടു കട്ട് ദ DNA ഇൻടു ഫ്രാഗ്മെന്റ്സ്. ആ മോളിക്കുലർ സിസേഴ്സ് എന്താണ്? റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ്, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് എന്ന് പറയും. The cutting of DNA at specific locations became possible with the discovery of the so-called molecular scissors or restriction enzymes. എന്താണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറഞ്ഞാൽ? മോളിക്കുലർ സിസേഴ്സ് ആണ് അല്ലേ? എന്താണ് അവരുടെ ജോബ്? ടു കട്ട് ദ DNA at specific locations. Okay, the cut piece of DNA was then linked with the plasmid DNA. നമ്മൾ കട്ട് ചെയ്തെടുത്ത DNA ആ ഒരു സെഗ്മെന്റ് അല്ലെങ്കിൽ ജീൻ അല്ലേ, ജീന്റെ പോർഷൻ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പ്ലാസ്മിഡിലേക്ക് ലിങ്ക് ചെയ്യും. These plasmid DNA act as vectors to transfer the piece of DNA attached to it. എന്നിട്ട് പ്ലാസ്മിഡിനെ വെച്ചിട്ടാണ് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ മറ്റൊരു സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. യു പ്രോബബ്ലി നോ ദാറ്റ് മോസ്കിറ്റോ ആക്ട് ആസ് ആൻ ഇൻസെക്ട് വെക്ടർ ടു ട്രാൻസ്ഫർ ദ മെറ്റീരിയൽ പാരസൈറ്റ് ഇൻടു ഹ്യൂമൻ ബോഡി. ഇൻ ദ സെയിം വേ a plasmid can be used as a vector to deliver an alien piece of DNA into the host organism. Alien piece of DNA എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫോറിൻ DNA, നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്, നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്ത ജീൻ. ഓക്കെ, the linking of antibiotic resistance gene with the plasmid vector became possible with the enzyme DNA ligase. അപ്പോൾ ആരാണ് DNA സ്പെസിഫിക് കട്ട്സ് ഉണ്ടാക്കുന്നത്? മോളിക്കുലർ സിസേഴ്സ് എന്നറിയപ്പെടുന്ന റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ്. അതുപോലെ കട്ട് ചെയ്തെടുത്ത ഒരു ഫ്രാഗ്മെന്റ് ജീന് പ്ലാസ്മിഡിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്യണമെങ്കിൽ അത് പ്ലാസ്മിഡിലേക്ക് ഒട്ടിക്കണം അല്ലേ? അങ്ങനെ ഒട്ടിക്കാൻ കഴിവുള്ളവരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. DNA സെഗ്മെന്റ്സിനെ ഒട്ടിക്കാൻ കഴിവുള്ള എൻസൈംസ്. മറ്റൊരു ടൂള് എന്താണ്? DNA ലൈഗേസ്. DNA ലൈഗേസ് ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. DNA ലൈഗേസ് ഇവരെ നമ്മൾ മോളിക്കുലർ ഗ്ലൂസ് എന്ന് വിളിക്കും. മോളിക്കുലർ glue ആണ് കേട്ടോ നമ്മുടെ DNA ligase. This makes a new combination of circular autonomously replicating DNA created in vitro and it is known as recombinant DNA. അപ്പോൾ നമ്മുടെ ഫോറിൻ DNA ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ വെക്ടർ DNA നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റീകോംബിനന്റ് DNA കിട്ടും. ഇനി ഈ റീകോംബിനന്റ് DNAയുടെ പ്രത്യേകത എന്താണ്? ഓട്ടോണമസ്ലി റെപ്ലിക്കേറ്റിംഗ് DNA ആണത്. ഇതിന് സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്തുകൊണ്ടാണ്? വെക്ടറിൽ ഓൾറെഡി ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ട് അല്ലേ? ദാറ്റ് മീൻസ് റെപ്ലിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്ന റീജിയൻ ഉണ്ട്. സോ ദിസ് റീകോംബിനന്റ് DNA ക്യാൻ റെപ്ലിക്കേറ്റ് ഓട്ടോണമസ്ലി. അതിന് സെൽഫ് റെപ്ലിക്കേഷൻ പോസിബിൾ ആണ്. എന്തുകൊണ്ടാണ്? വെക്ടറിൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് നമ്മുടെ DNAക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഹോസ്റ്റ് ഓർഗാനിസത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്നിട്ട് റീകോംബിനന്റ് DNA എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു? മറ്റൊരു ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇവിടെ ഹോസ്റ്റ് സെല്ല് ഈക്കോലൈ ആണ് കേട്ടോ, എസ്റ്ററിഷ്യ കോലി. വെൻ ദിസ് DNA is transferred to E. coli, a bacterium closely related to Salmonella, it could replicate using the new host DNA polymerase enzyme and make multiple copies. അപ്പോൾ നമ്മൾ റീകോംബിനന്റ് DNA ഈ ഡയഗ്രാം വെച്ച് പറയാം കേട്ടോ. നമ്മുടെ RDNA
എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു? ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇതാരാണ്? ഈക്വലൈ. സോ ഇവിടെ പ്ലാസ്മിഡിലേക്ക് നമ്മുടെ ജീൻ നമ്മൾ ഇൻസേർട്ട് ചെയ്തു കേട്ടോ. എന്നിട്ട് ഈ കോളിയിൽ ഇത് റെപ്ലിക്കേറ്റ് ചെയ്തോളൂ അല്ലെ. ഹോസ്റ്റ് സെല്ലിൽ ഇത് റെപ്ലിക്കേറ്റ് ചെയ്യും ബിക്കോസ് വെക്ടർ ഹാസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആണ് ഇവിടെ പറയുന്നത്. ഇറ്റ് കുഡ് റെപ്ലിക്കേറ്റ് യൂസിങ് ദ ന്യൂ ഹോസ്റ്റ് DNA പോളിമറേസ്. അപ്പം നിങ്ങൾക്കറിയാം DNA റെപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ DNA പോളിമറേസ് എന്ന് പറഞ്ഞ എൻസൈം ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഹോസ്റ്റ് സെല്ലിന്റെ DNA പോളിമറേസ് വെച്ചിട്ട് നമ്മുടെ DNA എന്ത് ചെയ്തോളും? റെപ്ലിക്കേറ്റ് ചെയ്തോളും ആൻഡ് വിൽ മേക്ക് മൾട്ടിപ്പിൾ കോപ്പീസ്. ദ എബിലിറ്റി ടു മൾട്ടിപ്ലൈ കോപ്പീസ് ഓഫ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ. അപ്പൊ നമ്മൾ എന്ത് ജീനെയാണ് സെലക്ട് ചെയ്തത്? ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ള ജീനെയാണ് സെലക്ട് ചെയ്തത് അല്ലേ. അപ്പൊ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഹോസ്റ്റ് സെല്ലിൽ നടക്കാൻ പോവുക. ദ എബിലിറ്റി ടു മൾട്ടിപ്ലൈ കോപ്പീസ് ഓഫ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ ഇൻ ഇക്കോളി വാസ് കോൾഡ് ക്ലോണിംഗ് ഓഫ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ ഇൻ ഇക്കോളി. നമ്മൾ ഇവിടെ ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ള ജീനെ ഇക്കോലി ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്കോലി ബാക്ടീരിയയ്ക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഇല്ല. നമ്മൾ ഈ ജീനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈക്വലി ബാക്ടീരിയയ്ക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കിട്ടും അല്ലേ. ദാറ്റ് മീൻസ് അതിന്റെ ഫിനോടൈപ്പ് ചേഞ്ച് ചെയ്യും. അത് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസം ആയിട്ട് മാറില്ല. അതിന് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കിട്ടി. സോ ദിസ് സെൽ ഈസ് മോഡിഫൈഡ്. അത് ട്രാൻസ്ഫോം ചെയ്തു അല്ലേ. യു ക്യാൻ ഹെൻസ് ഇൻഫർ ദാറ്റ് ദർ ആർ 3 ബേസിക് സ്റ്റെപ്സ് ഇൻ ജനറ്റിക്കലി മോഡിഫൈങ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിനെ നമുക്ക് എങ്ങനെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്യാൻ പറ്റും എന്നതിന്റെ 3 സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഐഡന്റിഫിക്കേഷൻ ഓഫ് DNA വിത്ത് ഡിസേറബിൾ ജീൻസ്. ഇപ്പോൾ നമുക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനാണ് വേണ്ടതെങ്കിൽ ആ ജീൻ ഇരിക്കുന്ന DNA നമ്മൾ ഐഡന്റിഫൈ ചെയ്തെടുക്കണം. സോ ഐഡന്റിഫിക്കേഷൻ ഓഫ് DNA വിത്ത് ഡിസൈറബിൾ ജീൻസ്, ദെൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ഐഡന്റിഫൈഡ് DNA ഇൻ ടു ദ ഹോസ്റ്റ്. എന്നിട്ട് നമ്മൾ DNA അല്ലെങ്കിൽ ജീനെ എന്തിലേക്ക് ഇൻസേർട്ട് ചെയ്യണം? ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. ദെൻ മെയിൻ്റനൻസ് ഓഫ് ഇൻട്രൊഡ്യൂസ്ഡ് DNA ഇൻ ദ ഹോസ്റ്റ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ദ DNA ടു ഇറ്റ്സ് പ്രോജനി. ഇനി ഹോസ്റ്റ് സെല്ലിൽ ഈ DNA നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ ഹോസ്റ്റ് സെല്ലിൽ നിന്ന് അതിന്റെ പ്രോജനിയിലേക്ക് അല്ലെ, ആ ഹോസ്റ്റ് സെല്ല് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ബാക്ടീരിയനെയാണ് ഹോസ്റ്റ് സെല്ലായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ബാക്ടീരിയനെയാണ് ഉപയോഗിക്കുന്നത്. ഹോസ്റ്റ് സെല്ലിന് വളരെ ഫാസ്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അല്ലേ. ബാക്ടീരിയയ്ക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ പ്രോജനി സെൽസിന് ഉണ്ടാക്കാനായിട്ട് പറ്റും. ദാറ്റ് മീൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ജീനും വളരെ ഫാസ്റ്റ് ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യും. ഞാൻ പോകാൻ പോകുന്നത് പേജ് നമ്പർ 201 അതിലേക്ക് ഞാൻ ജമ്പ് ചെയ്തു. അവിടെ പ്രോസസ് ഓഫ് റീകോmbinant DNA ടെക്നോളജി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. RDNA ടെക്നോളജിയുടെ സ്റ്റെപ്സ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ ജീൻ ക്ലോണിങ്ങിന്റെ സ്റ്റെപ്സ് എന്നും പറയാം. RDNA ടെക്നോളജി എന്താണത്? റീകോmbinant DNA ടെക്നോളജി. റീകോmbinant DNA ഉണ്ടാക്കുന്ന ആ ഒരു ടെക്നിക്ക് അല്ലേ, RDNA ടെക്നിക് അല്ലെങ്കിൽ RDNA ടെക്നോളജി എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ അതിനെ ജീൻ ക്ലോണിംഗ് എന്നും പറയാറുണ്ട്. പ്രോസസ് ഓഫ് RDNA ടെക്നോളജി, റീകോmbinant DNA ടെക്നോളജി, RDNA ടെക്നോളജി എന്നും പറയും, അല്ലെങ്കിൽ ജീൻ ക്ലോണിംഗ്. അതിന്റെ സ്റ്റെപ്സ് ആണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ഈ പാരഗ്രാഫാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. Recombinant DNA technology involves several steps in specific sequence such as. എന്തൊക്കെയാണ് ആ സ്റ്റെപ്സ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ recombinant DNA technology or gene cloning, isolation of DNA. നമുക്കൊരു ജീൻ വേണം. ഇപ്പം ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ള ഒരു ജീനാണ് വേണ്ടതെങ്കിൽ ആ ജീൻ ഇരിക്കുന്ന DNA നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കണം. ആ DNA ഇരിക്കുന്ന ഒരു സെല്ലിലായിരിക്കുമല്ലോ, ആ സെല്ലിനകത്തുനിന്ന് നമുക്ക് DNA ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തെടുക്കണം. ബിക്കോസ് ആ DNA-യിലാണ് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇരിക്കുക അല്ലേ. സോ വി ഹാവ് ടു ഐസൊലേറ്റ് ദ DNA ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, ദെൻ ഫ്രാഗ്മെന്റേഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അത് വേറൊരു കളറിൽ കൊടുക്കാവേ. സെക്കൻഡ് സ്റ്റെപ്പ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അപ്പൊ DNA നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്തു. ഇനി DNA-യിൽ നമ്മൾ സ്പെസിഫിക് കട്ട്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. DNA നമ്മൾ ഫ്രാഗ്മെന്റ്സ് ആക്കാൻ പോവുകയാണ്. എന്ത് വെച്ചിട്ടാണ്? നമ്മുടെ മോളിക്കുലാർ സിസേഴ്സ് വെച്ചിട്ടല്ലേ. അതെന്താണ്? റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ്. ഇവിടെ നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് റെസ്ട്രിക്ഷൻ എൻസൈംസിലെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് ആണ്. ഇത് നമ്മൾ ഇനിയും പഠിക്കുന്നുണ്ട് കേട്ടോ. റെസ്ട്രിക്ഷൻ എൻസൈംസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കുക, DNA നമ്മൾ കട്ട് ചെയ്യുന്നു യൂസിങ് റെസ്ട്രിക്ഷൻ എൻസൈംസ് ഓർ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. DNA ഫ്രാഗ്മെന്റ്സ് ആക്കി മാറ്റുന്നു. ദെൻ ഫ്രാഗ്മെന്റ്സ് ആക്കി മാറ്റിയിട്ടോ എന്താ ചെയ്യുക? ഐസൊലേഷൻ ഓഫ് എ ഡിസൈർഡ് DNA ഫ്രാഗ്മെന്റ്. അതിനകത്ത് വേണ്ട ഒരു ഫ്രാഗ്മെന്റ് നമുക്ക് ഉണ്ടായിരിക്കും അല്ലെ. നമുക്ക് വേണ്ട ഒരു ഫ്രാഗ്മെന്റ് ഉണ്ട് ഫോർ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ഓക്കെ, അത് നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കും. ദെൻ അടുത്ത സ്റ്റെപ്പ്
അടുത്ത സ്റ്റെപ്പ് ലിഗേഷൻ ഓഫ് ദ DNA ഫ്രാഗ്മെന്റ് ഇൻറ്റു എ വെക്ടർ. നമ്മൾ സെലക്ട് ചെയ്തെടുത്ത ഐസൊലേറ്റ് ചെയ്തെടുത്ത ജീനെ ഫ്രാഗ്മെന്റിനെ വെക്ടറുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫോറിൻ DNA നമ്മൾ വെക്ടറുമായിട്ട് ലിങ്ക് ചെയ്തു, നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ വെക്ടറുമായിട്ട് ലിങ്ക് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? റീകോംബിനന്റ് DNA കിട്ടി അല്ലേ? ആൻഡ് ട്രാൻസ്ഫറിങ് ദ റീകോംബിനന്റ് DNA ഇൻ ദ ഹോസ്റ്റ്. എന്നിട്ട് നമ്മൾ അതിനെ ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? കൾച്ചറിങ് ദ ഹോസ്റ്റ് സെൽസ് ഇൻ എ മീഡിയം അറ്റ് ലാർജ് സ്കെയിൽ. അപ്പം നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഹോസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു, എന്നിട്ട് അങ്ങനെ വെച്ചാൽ മതിയോ? ഇല്ല, ഹോസ്റ്റ് സെല്ല് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അതിന് ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കണം. സോ നമ്മൾ ഹോസ്റ്റ് സെല്ലിനെ ന്യൂട്രിയൻ്റ് മീഡിയത്തിനകത്തേക്ക് ഇട്ടിട്ട് അതിനെ വളർത്തുകയാണ് അല്ലേ? അതിനെ മൾട്ടിപ്ലൈ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ കൾച്ചറിങ് ദ ഹോസ്റ്റ് സെൽസ് ഇൻ എ മീഡിയം അറ്റ് ലാർജ് സ്കെയിൽ ആൻഡ് ഇനി എന്ത് ചെയ്യണം? എക്സ്ട്രാക്ഷൻ ഓഫ് ദ ഡിസൈഡ് പ്രോഡക്റ്റ്. നമുക്ക് വേണ്ട പ്രോഡക്റ്റ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇത്രയും സ്റ്റെപ്സ് പറഞ്ഞില്ലേ? എത്ര സ്റ്റെപ്സ് പറഞ്ഞു? 7 സ്റ്റെപ്പ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 7 സ്റ്റെപ്സ് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഐസൊലേഷൻ ഓഫ് DNA 1, ഫ്രാഗ്മെന്റേഷൻ ഓഫ് ദ DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് 2ാമത്തെ സ്റ്റെപ്പ്. ദെൻ ഫ്രാഗ്മെന്റ്സിൽ നിന്ന് നമുക്ക് വേണ്ട ഫ്രാഗ്മെന്റിനെ ഐസൊലേറ്റ് ചെയ്യുന്നു, 3ാമത്തെ സ്റ്റെപ്പ്. അടുത്തത് ആ ഫ്രാഗ്മെന്റിനെ ആ ജീനെ നമ്മൾ വെക്ടറുമായിട്ട് ലിഗേറ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് എ 4th സ്റ്റെപ്പ്. ദെൻ ട്രാൻസ്ഫറിങ് ദ റീകോംബിനന്റ് DNA ഇൻ ടു ദ ഹോസ്റ്റ്, ദാറ്റ് ഈസ് 5th സ്റ്റെപ്പ്. 6th സ്റ്റെപ്പ് കൾച്ചറിങ് ദ ഹോസ്റ്റ് സെൽസ് ഇൻ എ ന്യൂട്രിയൻ മീഡിയം അറ്റ് ലാർജ് സ്കെയിൽ, ദാറ്റ് ഈസ് 6th. 7th എക്സ്ട്രാക്ഷൻ ഓഫ് ദ പ്രോഡക്റ്റ്. അപ്പോൾ ഞാൻ ഈ സ്റ്റെപ്സ് എല്ലാം കൂടെ ചേർത്തിട്ടൊരു ഡയഗ്രാമാറ്റിക് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, അതുകൂടെ നോക്കിയിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? ഐസൊലേഷൻ ഓഫ് DNA. നമുക്ക് വേണ്ട DNA നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുക ഫ്രം എ സെല്ല്. എന്ത് സെൽ വേണമെങ്കിലും ആയിക്കോട്ടെ, അതിൽ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നു. അതവിടെ കൊടുത്തിട്ടുണ്ട്. വി ഹാവ് ഐസൊലേറ്റഡ് ദ DNA അല്ലേ? സെക്കൻഡ് സ്റ്റെപ്പ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻസൈംസ്. റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ച് നമ്മൾ DNA ഫ്രാഗ്മെന്റ്സ് ആക്കി മാറ്റി. കണ്ടോ? DNA ഫ്രാഗ്മെന്റ്സ് നമുക്ക് കിട്ടി. ആൻഡ് 3ാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഐസൊലേഷൻ ഓഫ് എ ഡിസൈഡ് DNA ഫ്രാഗ്മെന്റ്. ഈ ഫ്രാഗ്മെന്റ്സിൽ നിന്ന് നമുക്ക് വേണ്ട DNA നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു വിത്ത് ഡിസൈഡ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ? നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇരിക്കുന്ന ആ ഫ്രാഗ്മെന്റിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. ദാറ്റ് ഈസ് എ 3rd സ്റ്റെപ്പ്. 4th സ്റ്റെപ്പ് എന്താണ്? ലിഗേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ് ഇൻറ്റു എ വെക്ടർ. DNA ഫ്രാഗ്മെന്റിനെ നമ്മളൊരു വെക്ടറിലേക്ക് ലിഗേറ്റ് ചെയ്തു, ലിങ്ക് ചെയ്തു. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്ന വെക്ടർ DNA ആണ്. അതിലേക്ക് നമ്മൾ ഫോറിൻ DNA ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഇൻസേർട്ട് ചെയ്തു. നൗ ഇറ്റ് ഈസ് വാട്ട്? rDNA, റീകോംബിനന്റ് DNA. ദിസ് ഇസ് rDNA അല്ലേ? റീകോംബിനന്റ് DNA. നൗ ട്രാൻസ്ഫറിങ് ദ റീകോംബിനന്റ് DNA ഇൻറ്റു ദ ഹോസ്റ്റ്. അത് 5th സ്റ്റെപ്പ്. റീകോംബിനന്റ് DNA നമ്മൾ ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ കൾച്ചറിങ് ദ ഹോസ്റ്റ് സെൽസ് ഇൻ എ മീഡിയം അറ്റ് ലാർജ് സ്കെയിൽ. ഹോസ്റ്റ് സെല്ലിന് നമ്മൾ കൾച്ചർ ചെയ്തു. കണ്ടോ? ഇവിടെ ന്യൂട്രിയന്റ് മീഡിയം ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മീഡിയത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ഹോസ്റ്റ് സെല്ലിനെ കൾച്ചർ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹോസ്റ്റ് സെല്ല് മൾട്ടിപ്ലൈ ചെയ്തല്ലേ? ഹോസ്റ്റ് സെല്ല് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഇൻസേർട്ട് ചെയ്ത ജീനും അതിൻ്റെ കൂട്ടത്തിൽ മൾട്ടിപ്ലൈ ചെയ്തോളൂ. നമ്മുടെ ജീൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് നമുക്ക് കിട്ടും. ലാസ്റ്റ് സ്റ്റെപ്പ് എക്സ്ട്രാക്ഷൻ ഓഫ് ദ പ്രോഡക്റ്റ്. നമുക്ക് വേണ്ട പ്രോഡക്റ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. ദിസ് ഇസ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇനി നമുക്ക് വെക്ടറിലേക്ക് വരാം. ഇതാണ് വെക്ടർ അല്ലേ? അതെന്താണ്? പ്ലാസ്മിഡ് ആണല്ലേ? പ്ലാസ്മിഡ് DNA ആണ്. അത് നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? ഒരു ബാക്ടീരിയൽ സെല്ലിനകത്തുനിന്ന്. സോ ദിസ് ഇസ് പ്ലാസ്മിഡ് DNA അല്ലേ? ഇതിലേക്ക് നമ്മൾ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ പ്ലാസ്മിഡ് DNAയിൽ നമ്മൾ കട്ട്സ് ഉണ്ടാക്കണ്ടേ? പ്ലാസ്മിഡ് DNA നമ്മൾ കട്ട് ചെയ്യണ്ടേ? സോ ഇവിടെയും നമ്മൾ മോളിക്കുലർ സിസേഴ്സ് യൂസ് ചെയ്യും, റെസ്ട്രിക്ഷൻ എൻസൈംസ് യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്സ് എഴുതുമ്പോൾ ഈ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യും. എന്താണ്? നമ്മൾ പ്ലാസ്മിഡ് DNAനെയും കട്ട് ചെയ്യുന്നുണ്ട്. എന്ത് വെച്ചിട്ടാണ്? റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ചിട്ട്. അതും വേണം നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ 7 സ്റ്റെപ്സ് പറഞ്ഞു. ഓരോ സ്റ്റെപ്പും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പഠിക്കുന്നത്. ഇതൊന്നും അല്ല കഥ, ഇത് ജസ്റ്റ് ഒരു ജനറൽ ഔട്ട്ലൈൻ ആണല്ലേ. അപ്പോൾ ഓരോ സ്റ്റെപ്പും നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അത് അടുത്ത ക്ലാസ്സിൽ.